പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. കാരണം മഹാന്മാരായ പല പണ്ഡിതവര്യന്മാരും ചില സമകാലികരെ ആക്ഷേപിച്ച് കാണുമ്പോൾ ആ വിമർശനങ്ങൾ അവർ തന്നെ നടത്തിയതാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്നിട്ട് പറയുന്നു, അതിന് കാരണം പറഞ്ഞിട്ട് അവസാനത്തെ കാരണം പറയുകയാണ്, ചില അസൂയ മൂലം മൗദൂദിക്കെതിരെ നിലകൊള്ളുന്നു. പലരും പല കാരണത്താണ് പറഞ്ഞത്. എല്ലാം ഇവിടെ വായിക്കാനല്ല, കാരണം ഓരോരുത്തർക്കും തോന്നുന്നു ഞങ്ങളെ പറ്റിയാണ്, അത് തോന്നാൻ തൽക്കാലം പറഞ്ഞ. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി. അതുകൊണ്ടാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ മറിയം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ നവോത്ഥാനായകനാണ്. അദ്ദേഹം സൃഷ്ടിച്ച നവോത്ഥാനത്തിന് അലകളാണ് ഇന്ന് ലോകത്തുള്ളത്. ലോകത്ത് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിൽ സെയ്ദ് കുത്തുബിൻ്റെയും ഷഹീദ് മന്നയുടെയും സെയ്ദ് മൗദൂദിയുടെയും പരിശ്രമ ഫലമാണുള്ളത് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ജമാഅത്ത് വിമർശകരായ ആളുകൾ ഒന്ന് ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാകണം. സെയ്ദ് മൗദൂദിയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് തൗഹീദിൽ പഴച്ചു എന്ന് പറയുന്നവരല്ലേ തൗഹീദിൽ പഴച്ചതെന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സത്യസന്ധമായ ഏതൊരു പരിശോധന നടത്തുവാൻ എൻ്റെ മുജാഹിദ് സഹോദരന്മാർ സന്നദ്ധമാണെങ്കിൽ അവർക്ക് തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇബാദത്തിൻ്റെ അർത്ഥം പറയുന്നതിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരത്തെ നിഷേധിച്ചാൽ പരമാബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്രകാരം ദീനിനെയും ദുനിയാവിനെയും വേർതിരിച്ച് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തെ ഭൗതികമായി മാറ്റി നിർത്തി മനുഷ്യദർശനക്ക് വിട്ടുകൊടുത്തതാണെന്ന് പറഞ്ഞാൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അവിധം വ്യത്യസ്തമായ മേഖലകളിൽ ജമാഅത്തിനെ വിമർശിക്കാൻ എവിടെയെല്ലാം ഇറങ്ങിപ്പുറപ്പെട്ടോ അവിടെയെല്ലാം അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഈ അബദ്ധം എൻ്റെ മുജാഹിദ് സഹോദരന്മാർ തിരുത്തേണ്ടതുണ്ട്. നന്നെ ചുരുങ്ങിയത് അവർ ഒരാത്മപരിശോധനയ്ക്ക് സന്നദ്ധമായി അബദ്ധം അവർ ഇനി തിരുത്തിയില്ല എങ്കിൽ പോലും ആവർത്തിക്കാതിരിക്കാനുള്ള സന്മനസ്സങ്ങൾ കാണിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം എനിക്ക് ഈ രാജ്യത്തെ സത്യാന്വേഷകരായ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വസ്തുതകളെ യഥാവിധി മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഈ രാജ്യത്ത്, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാത്ത, അവൻ്റെ പ്രതിഫലമല്ലാത്ത മറ്റൊന്നും ലക്ഷ്യമാക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ തന്നെ വായിക്കാനും പഠിക്കാനും അതിൻ്റെ വക്താക്കളിൽ നിന്ന് കേൾക്കാനും സന്നദ്ധമാകാം. മുജാഹിദ് സഹോദരന്മാരുടെ ഉദ്ധരണികൾ എത്രമാത്രം കൃത്രിമമാണ്, കള്ളത്തരമുള്ളതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ പ്രസംഗങ്ങളോ അവരുടെ എഴുത്തുകളോ മാത്രം അവലംബിക്കാതെ അവയിൽ നിന്ന് കേൾക്കുന്ന പുസ്തകങ്ങളും അവയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും സൂക്ഷ്മമായ വിശകലനത്തെ നടത്തിയ ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ. ജമാഅത്തെ ഇസ്ലാമിയെ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഏതെങ്കിലും തീരുമാനമെടുക്കാവൂ, അതിനെ വിമർശിക്കാവൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. സത്യം യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിച്ച് അവൻ്റെ പുണ്യവും പ്രീതിയും നേടുവാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സർവശക്തനായ നാഥ, കരുണാവാരിധിയായ അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ, നിസ്സാരവും ഗുരുതരവുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. പൊറുക്കപ്പെടാത്തൊരു പാപവും ഞങ്ങളിൽ നീ ബാക്കി വെക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ മാതാക്കൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ പരിശുദ്ധരായി പാപരഹിതരായി ലോകത്തോട് വിട പറയുവാനും നിൻ്റെ അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ സിദ്ദീഖുകളുടെ ശ്രോതാക്കളുടെ കൂടെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا وعلى آبائنا وأمهاتنا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.